ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ഈ വീക്കിൽ ഈ വാച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓരോ ഡേ ആയിട്ടാണ് ഞങ്ങൾ കാണിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, കുഞ്ഞു പ്രിപ്പറേഷൻസുകളൊക്കെയാണ്. ആദ്യം നമ്മൾ പോയത് ഡ്രസ്സ് ഹണ്ട് ചെയ്യാനാണ്. അപ്പം ആദ്യം ചെന്നത് ആറാൻബിയിലാണ് നമ്മൾ പോയത്. അവിടെ അത്യാവശ്യം നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ കൂടുതലും കോട്ടൺ മെറ്റീരിയലുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അന്ന് ഒന്നും നടന്നില്ല. നേരെ വീണ്ടും അവസാനം പാർക്കിലേക്ക് പോയി. അവിടെ അല്പം കുറച്ച് നേരം കളിച്ചതിന് ശേഷം നല്ല രസമുണ്ടായിരുന്നു പാർക്ക്. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഇത്തിരി ലേറ്റ് ആയിരുന്നു. എന്നിട്ട് അവിടെ കുറച്ച് നേരം കളിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അന്നൊന്നും നടന്നില്ല. ഞാൻ മോളിൽ കയറി തിരിച്ചു ഇത് നെക്സ്റ്റ് ഡേ ആണ്, ഡേ 2. നമ്മൾ വീണ്ടും വൈകുന്നേരമാണ് ഇറങ്ങിയത്. അല്പം ലേറ്റ് ആയിട്ടുണ്ട്, നൈറ്റിലാണ്. സാധാരണ ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ ഇപ്പോൾ സമ്മർ സീസൺ അല്ലേ, അപ്പോൾ ഭയങ്കര പകലൊക്കെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ രാത്രിയിലാണ് കൂടുതൽ ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത്. അപ്പോൾ അവിടെ ലുലുവിൽ നമ്മൾ എൻട്രൻസ് തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ സൈഡിലായിട്ട് ടോയ്സാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പിള്ളേരുടെ ചായ്വ് അങ്ങോട്ടേക്കാണ്, ടോയ്സ് സെക്ഷനിലേക്കാണ്. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് അവിടെ സമ്മർ സീസണിലുള്ള ഡ്രസ്സുകളൊക്കെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കളർഫുള്ളാണ്. പക്ഷേ ഇന്നും ഡ്രസ്സ് എടുപ്പ് നടന്നില്ല. പിന്നെ എന്തായാലും ഗിഫ്റ്റ് മേടിക്കണമല്ലോ, അതുകൊണ്ട് ടോയ്സൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് അൺബോക്സിങ് പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പം ഇവർക്ക് ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുക. വന്ന വഴി തന്നെ ഇത് പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമായിരുന്നു ഇവർ രണ്ടുപേരും കൂടി. അപ്പം ഇപ്രാവശ്യം മേടിച്ചത് രണ്ടുപേർക്കും യൂസ് ചെയ്യുന്ന ഒരു ക്യാമ്പിങ്ങിൻ്റെ ഒരു ടെൻ്റാണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. എക്സൈറ്റ്മെൻറ്റ് കൂടിയിട്ടാണ് തോന്നുന്നത്. യേശുക്കുട്ടി ഓടിപ്പോയി കത്തിയൊക്കെ എടുത്തോട്ട് വരുന്നു. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ടെൻറ്റ് പകുതി ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ അടുത്ത ബോക്സ് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് നമ്മളൊരു പമ്പാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇവർക്കൊരു ഒരു വാട്ടർ പൂളും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാത്റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ. അതിനല്പം അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ ഒരു പമ്പാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവം എന്നും ഒക്കെ നോക്കാൻ വേണ്ടിയാണ്. ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം ഒരു എയർ പമ്പല്ലേ, അപ്പം നമ്മൾ വേണമെങ്കിൽ ബലൂണൊക്കെ വീർപ്പിക്കാം, അല്ലെങ്കിൽ എന്തോ ആണേലും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മേടിക്കുന്നതാണ്. നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. ഈ നമ്മളുടെ ഈ ടബിൻ്റെ ഒപ്പം തന്നെ അത് ശരിയാക്കാൻ വേണ്ടി നമുക്ക് വീർപ്പിക്കാൻ തന്നെ ഈ പമ്പും കൂടി സെപ്പറേറ്റ് നമ്മൾ മേടിക്കുന്നതാണ്. അയ്യോ, ആ പമ്പിൻ്റെ വലുപ്പം കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണുള്ളി. ഈ വാച്ചിൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്കിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ചിരി വരുന്നത്. പിന്നെ ആ പമ്പൊക്കെ ഒന്ന് പരീക്ഷണങ്ങളൊക്കെ ആയിരുന്നു. അവർ ഇതെങ്ങനെയാണ് ഇതിലില്ലാതെ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ടെൻറ്റിൻ്റെ ബാക്കി ഓപ്പൺ ചെയ്യണ കാര്യമൊക്കെ ഇവർ വിട്ടുപോയെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇവരെ വിളിച്ചിട്ട് വീണ്ടും കാണിച്ചു കൊടുക്കുകയാണ് ഈ ടെൻറ്റൊക്കെ ഇനി എങ്ങനെ ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ. അങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഈ വാച്ചു അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. കണ്ടോ, ഇതൊക്കെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കാണിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല കളറാണ്, ഒരു യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ചെയ്തൊരു കളറ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ഇങ്ങനെ ശരിക്കും നമ്മളൊരു ടെൻറ്റിൽ അല്ലെങ്കിൽ നമ്മളൊരു ക്യാമ്പിനൊക്കെ പോയിട്ട് അവിടെ പോയി കുക്ക് ചെയ്ത് അതിൽ സ്റ്റൗവൊക്കെ ഉണ്ടായിരുന്നേ, കുഞ്ഞു കുഞ്ഞു സ്റ്റൗ. അത് നമ്മൾ ബാറ്ററി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്റ്റൗവിൽ ലൈറ്റൊക്കെ തെളിയും. പിന്നെ അതേപോലെ തന്നെ ചെറിയ പാന്, പിന്നെ ഇങ്ങനെ പലതരം ഫുഡ് നമ്മൾ കളിക്കുന്നത് ദാറ്റ് മീൻസ് ഇമാജിൻ ചെയ്ത് കളിക്കണം എന്നുള്ള രീതിയാണ് ഇവരുടെ ഇതിൻ്റെ അകത്തുള്ളത് കേട്ടോ. അപ്പം നമ്മൾ പിന്നെ ബൈനോക്കുലറ്, കോമ്പസ്, ഒരു വാട്ടർ ബോട്ടില്, പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ നമ്മൾ മണ്ണൊക്കെ കുഴിക്കാനൊക്കെ ആയിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ തൂമ്പയോ അങ്ങനത്തെയൊക്കെ പോലത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പിന്നെ അവർ ഒരു ബാഗ്, അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് കയറി പിന്നെ കുറേ നേരം, സമയം എത്രയാണെന്നറിയാമോ നിങ്ങൾക്കിപ്പം? ഏകദേശം ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ടാവണം. എനിക്ക് തോന്നുന്നു 11:30 ആയിട്ടുണ്ട്. ആ സമയത്താണ് ഈ പരിപാടിയൊക്കെ മൊത്തം. രാത്രിയാണ് കേട്ടോ, രാത്രി 11:30. പിന്നെ കുറേ നേരം അവരവിടെ ഇന്ന് കളിച്ച് കുറേ നേരം ഇരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് തന്നെ. പിന്നെ അതൊക്കെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇവരുടെ ടബിൻ്റെ കാര്യം ഇവർ ഓർക്കുന്നത് കേട്ടോ. പിന്നെ എന്നോട് അത് പൊട്ടിക്കാനൊക്കെയാണ് പറയുന്നത്. പിന്നെ അതൊക്കെ പൊട്ടിച്ച് പിന്നെ അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്ലോക്കിൽ കാണാം ഏകദേശം 12:30 മണിയായി. എനിക്കൊക്കെ ആണെങ്കിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു എന്തെങ്കിലും, പക്ഷേ നടക്കില്ല. പിന്നെ അതൊക്കെ വീർപ്പിച്ച് ഏകദേശം എനിക്ക് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പിന്നെ വെള്ളം നിറച്ച് ബാത്റൂമിൽ വെള്ളമൊക്കെ നിറച്ച് കുളിച്ച് കളിച്ച് ഏകദേശം 1:30 മണിയായിരുന്നു തോന്നുന്നു. ഇതുങ്ങളൊന്ന് കിടത്തി
2 മണിയായി കാണും, ഉറയും കാണും അന്ന്. ഇത് ഡേ 3, പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന വഴി അതിൻ്റെ അകത്ത് കയറി ഇരിപ്പാണ്, ടെൻറ്റിൻ്റെ അകത്ത് കയറി. കാരണം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. അപ്പം അതിൻ്റെ അകത്ത് കയറി കളിയും ചിരിയൊക്കെയാണ്. അതിൻ്റെ അകത്ത് ഇനി വേണമെങ്കിൽ ഫുഡ് ചപ്പാത്തി ആയിരുന്നു. അപ്പം ഇസുകുട്ടിക്ക് ചപ്പാത്തി ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് പിന്നെ വൈകുന്നേരമാണ്. വൈകുന്നേരം നമ്മൾ വീണ്ടും ഡ്രസ്സ് എന്തായാലും എടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഇവിടെ പോയത് ബേബി ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യമല്ല, നല്ല ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇത് രാത്രി. അവിടെയും നല്ല ഡ്രസ്സുകളാണ് കേട്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു. മൊത്തം നല്ല മറ്റേ നമ്മുടെ വാവകൾക്കൊക്കെ, കുഞ്ഞു വാവകളൊക്കെ ഇല്ല, അപ്പം ജനിച്ച വാവകൾക്കൊക്കെ പറ്റുന്ന എല്ലാ പ്രായത്തിലുള്ള ഡ്രസ്സുണ്ട്. നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ചും ചെയ്തിട്ടുണ്ട് ഓരോ സെക്ഷനിൽ. നല്ല കളർഫുള്ളാണ്. കുഞ്ഞുങ്ങളുടെ ആകുമ്പോഴത്തേക്ക് എല്ലാം നല്ല പ്രിൻറ്റഡ് വർക്കും ഒക്കെ ഉണ്ട്. ഇടയ്ക്ക് നമ്മൾ ഇവിടെ വന്നിട്ടാണ് മിക്കപ്പോഴും തന്നെ ഡ്രസ്സ് എടുക്കാറ്. അപ്പോൾ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റൊക്കെ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ ഇത് ഡേ 4. ദാറ്റ് മീൻസ് ഇന്നാണ് ബർത്ത്ഡേ. ഇന്ന് അങ്ങനെ ബർത്ത്ഡേ കേക്ക് നമ്മൾ മേടിച്ചത് ഒരു ഹണിയുടെ കേക്കാണ്. ഹണി മോസി. കറക്റ്റ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ കേക്കാണ്. കേക്ക് താഴെ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് അറ്റാക്കിങ് പരിപാടികളാണ്. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനുള്ള സമയം പോലും ഞങ്ങൾക്ക് തന്നില്ല എന്നുള്ളതാണ് സത്യം. താഴെ വെച്ചാൽ കണ്ടില്ലേ, വാച്ചിൻ്റെ മുഖത്തൊക്കെ ആയിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് പെട്ടെന്നാണ് അവർ അത് എടുക്കുന്നതൊക്കെ പരിപാടി. പിന്നെ അപ്പം ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേക്കിന് അധികം നമ്മളിവിടെ ഫാമിലി ഫുഡ് സെൻ്റർ എന്ന് പറയുന്നത്, അപ്പോൾ അവിടെ ബേക്ക് ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ പക്ഷെ നല്ല ഭയങ്കര ഞങ്ങൾ അധികം ചോക്ലേറ്റ് ആയിട്ടുള്ള കേക്ക് മേടിച്ചില്ല. കാരണം കൂടുതൽ കുഞ്ഞുങ്ങളല്ല കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഷുഗർ കണ്ടൻറ്റ് അധികം കയറാത്ത തരത്തിലുള്ള, എന്നാൽ ഹണി കേക്ക് ആയതുകൊണ്ട് അത്രയും ഷുഗർ കണ്ടൻറ്റ് ഇല്ല അതിലധികം കോട്ടിങ്സ് വരത്തില്ല. പക്ഷെ നല്ല രസമാണ് കഴിക്കാൻ. നമുക്ക് ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ നല്ല വായിൽ അത് മെൽറ്റ് ചെയ്ത് പോകും. നല്ലൊരു ഫ്ലേവറാണ് അതിന് തന്നത്. എനിക്ക് തോന്നുന്നു ഈ ഭയങ്കര ചോക്ലേറ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഐസിങ്ങൊക്കെ ഉള്ള കേക്കുകൾ പൊതുവെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ തന്നെ അത് അവർക്ക് കൊള്ളില്ല കഴിക്കാൻ, അവർക്ക് ഹെൽത്തിനൊക്കെ കൊള്ളത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ഗ്യാസ് ഉണ്ടാക്കാനുള്ളൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്ത് ഞങ്ങൾ നേരത്തെ കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്ലൈസ് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് നമ്മൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം അത് ഇവർക്ക് ഇഷ്ടവുമാണ്. വാച്ചിനൊക്കെ ആണെങ്കിലും ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ അതിനുശേഷം നമ്മൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് പള്ളിയിൽ പോയതിന് ശേഷമാണ് വന്നിട്ട് കേക്ക് കട്ട് ചെയ്തത്. പിന്നെ ഇത് ഡേ 5. പിറ്റേ ദിവസം നമ്മൾ പോയത് ഓൾഡ് ഗോവ അവിടെയാണ്. അതും ഈവനിങ് ആണ് പോയത്. കാരണം ഉച്ചയ്ക്ക് അങ്ങനെ മോർണിംഗ് ഒന്നും ഇപ്പം ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം ചൂട് 55 ഡിഗ്രി സെൽഷ്യസ്, 55 മുകളിലാണ്. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് താങ്ങില്ല. അപ്പം ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയാണ്. അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് പോയ ഞങ്ങളാണ് ഈ കാണുന്നത്. ഒരു രക്ഷയില്ല. അവിടെ തകർത്തിയിട്ട് E2 എന്ന് പറയുന്ന ബലൂൺ വെച്ച് കളിയായിരുന്നു. ചേച്ചി അനിയത്തും കൂടെ എന്തോ കാറ്റെന്ന് പറയുന്ന ഒരു രക്ഷയില്ല. ഞാനാകെ ഈ ട്യൂബൊക്കെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് ഇതാ പറന്നു പോവുക. പിന്നെ 2-3 വട്ടം ഞാൻ പോയി എടുത്തുകൊണ്ടൊക്കെ വന്നു. പിന്നെ ഇവരായി അതൊരു
രസമായി. സൂര്യക്ക് എന്തെങ്കിലും പയ്യനിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിടുവാണ്. പിന്നെ കുറേ നേരമൊക്കെ ഫോട്ടോ എടുക്കാൻ ലൈറ്റൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ പരസ്പരം പറയുന്നുണ്ടെങ്കിലും പിന്നെ ഇവരുടെ കളിയല്ലേ, അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അതിൻ്റെയൊക്കെ ക്ലിപ്പിങ്സാണിത്. പിന്നെ ഇതിലെടുത്ത ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് ഫോട്ടോസ്. അപ്പോൾ വീഡിയോയും ഫോട്ടോയൊക്കെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.